പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു രണ്ടാം ഭാഗവും സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ദൃശ്യത്തിന് ഒരു മൂന്നാം ഭാഗം ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ പൂർത്തിയായെന്നും 2025 അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ചിത്രം ഒരേ സമയം ഹിന്ദിയിലും ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും ഏപ്രിലാകും മൂന്നാം ഭാഗത്തിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നതെന്നും റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. ദൃശ്യം മൂന്നാം ഭാഗത്തിൻ്റെ ക്ലൈമാക്സ് തൻ്റെ കയ്യിലുണ്ടെന്നും എന്നാൽ കൃത്യമായ രീതിയിൽ ഒരു കഥ ഒത്തുവന്നാൽ മാത്രമേ മൂന്നാം ഭാഗത്തെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ എന്നും ജിത്തു ജോസഫ് മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു ദൃശ്യം. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ചിത്രം അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളെയുമാണ് തകർത്ത് എറിഞ്ഞത്. 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററുകളിൽ നിന്ന് നേടിയത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങി ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മോഹൻലാലിനൊപ്പം മീന, അൻസിബ ഹസൻ, ആശ ശരത്ത്, സിദ്ദീഖ്, എസ്തർ അനിൽ തുടങ്ങിയവർ ഉണ്ടായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 2021 ഫെബ്രുവരി 19 ദൃശ്യം രണ്ടാം ഭാഗം പുറത്ത് ഇറങ്ങുന്നത്. ആമസോൺ പ്രൈമിലൂടെ ആയിരുന്നു OTT റിലീസായിട്ടായിരുന്നു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്.